ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സാവയും കൂടെ വീട്ടിൽ പോവാണ്. ഞങ്ങളുടെ ബസ് നൈറ്റ് 9:30 ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ സിറ്റി സെന്റർ മാളിലേക്കാണ് കേട്ടോ വന്നത്. ഞാൻ കുറേ നാളായിട്ട് ഷൂ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് കയറിയത്. ആദ്യം ഞങ്ങൾ ഷൂ നോക്കാൻ കയറിയത് സ്പാറിലേക്കാണ്. സ്പാറിൽ ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ. കുറേ നോക്കി, പക്ഷെ എൻ്റെ സൈസിനൊന്നും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. സാവിയുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന കേട്ടോ ലാസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതിൻ്റെ സൈസ് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ തിരിച്ചു വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പിന്നെ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്, പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ നേരെ മുന്നിലെ മാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാവിക്ക് അങ്ങോട്ട് കയറാനൊരു വലിവുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ പിടിച്ച് ഷൂ നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. കയറിയപ്പോൾ തന്നെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ തന്നെ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. വിശപ്പിൻ്റെ ഒരു ആധിക്യത്തിൽ ഞങ്ങൾ വേഗം ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഇറങ്ങിയാൽ മതി എന്നായിട്ടോ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ സെയിൽസിൽ നിന്ന് ചേച്ചി ഫസ്റ്റ് എടുത്തെന്ന ഷൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പുതിയ സാധനം എടുക്കാൻ വേണ്ടി പോയാൽ അത് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. എനിക്ക് എന്നാലും ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഇപ്പം നോക്കി ഷൂ മാറ്റി വെച്ചേക്കാണ് കേട്ടോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ നോക്കാന്നുള്ളൊരു രീതി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഞാനും മമ്മിയും കൂടെ ഷോപ്പിങ്ങിന് പോയാൽ എന്തെങ്കിലും ഒരു സാധനം ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അത് തിരിച്ചുകൊണ്ട് കൊടുക്കും. സെയിൽസിൽ നിന്ന് ചേച്ചി ഫസ്റ്റ് എടുത്തുന്ന ഷൂ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് കംഫർട്ട് ആണോ എന്ന് ഞാൻ നോക്കുകയാണ്. ഞാൻ ഷൂ ഇട്ട് നോക്കിയിട്ട് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നിന്ന് നോക്കി, പക്ഷെ എനിക്ക് അത്ര സെറ്റ് ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ ചേച്ചി വേറൊരു ഷൂ കൂടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ഷൂ ഓക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഏതെടുക്കുമെന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ഏതെടുക്കും, എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു 50% ഓഫ് ഉണ്ട് 2 പെയർ ഷൂ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 പെയർ ഓഫ് ഷൂ എടുത്തു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു. എൻ്റെ കയ്യിലിരിക്കുന്ന വൈറ്റ് കളർ ഷൂ ആണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നെ പോലെ എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ ഇത്ര ആലോചിക്കേണ്ട അവസ്ഥയുള്ളവരുണ്ട്, ഒന്ന് കമന്റ് ചെയ്യണം. ഞങ്ങൾക്ക് പിന്നെ ബസ് വരെ കുറേ സമയമുള്ളതുകൊണ്ട് അവിടെ മെല്ലെ മെല്ലെ തട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. എന്തായാലും ലാസ്റ്റ് ഞാൻ എടുത്ത ഷൂ എനിക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനോട് കൂടെ തന്നെയാണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് ഇനി പിന്നെ തിരിച്ചു വന്നിട്ട് കൊടുക്കുന്ന പരിപാടിയൊന്നും എന്തായാലും ഇല്ല. പിന്നെ ഇന്നായിരുന്നു കേട്ടോ സാവിന്റെ ബർത്ത്ഡേ. അപ്പൊ സാവിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാവി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിങ്ങനെ പറഞ്ഞപ്പോൾ അവളിങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഇത്. അവൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഷൂ ഇഷ്ടപ്പെട്ടാൽ അത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് സാവിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ ആദ്യം മാക്സ് കണ്ടിട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഞാൻ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ മാക്സിലേക്ക് തന്നെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ മാക്സിൽ കയറിയെങ്കിലും അവിടെ നല്ല സെലക്ഷൻ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അവക്കും ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. സാവിക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അന്ന് പിന്നെ ഞാൻ എസ്കലേറ്ററിൽ പോവാം, നീ എനിക്കൊരു വീഡിയോ എടുത്തു തരും എന്ന് ചോദിച്ചിട്ട് അവൾ എടുത്തു തന്നാണ് കേട്ടോ ഇത്. എസ്കലേറ്ററിൽ ഞാൻ മേളിലെത്തുന്നതിന് മുന്നേ അവൾ സ്റ്റെപ്പ് കയറി മേളിലെത്തിയിട്ട് എനിക്ക് അടുത്ത വീഡിയോ കൂടി എടുത്തു തന്നാണ് കേട്ടോ ഇത്. ഞങ്ങൾ പിന്നെ ഒരു ബൂട്ടിക്കിലേക്കാണ് കേട്ടോ പോയത്. അവിടെയും പക്ഷെ വലിയ സെലക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഒന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല, ഒന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് നോക്കി അവൾക്കുള്ള ഗിഫ്റ്റ് ഒക്കെ കിട്ടി. നല്ലൊരു ടോപ്പാണ് കേട്ടോ എടുത്തത്. പക്ഷെ അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം വാങ്ങിയിട്ട് ബില്ല് ചെയ്യുന്നിടത്തുനിന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ബില്ലിങ്ങിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പിന്നെ ബില്ലിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോയത്. ഞങ്ങൾ പിസ്സ ഹട്ടിലാണ് കയറിയത്. പിസ്സ ഹട്ടിൽ കയറിയിട്ട് ഓർഡർ കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ സമയം നോക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ അടുത്തുള്ള ഒരു മലയാളി ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടാട്ടോ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേ. പിന്നെ ഈ ഒരു ഹോട്ടൽ അറിയില്ലാത്ത ആരും തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വരുന്നൊരു ഹോട്ടലാട്ടോ ഇത്. ഇവിടുന്ന് ഞങ്ങൾ ഷവർമയാണ് ഓർഡർ ചെയ്തത്. കാരണം സിറ്റി സെന്റർ മാളിൽ ഉള്ള സമയം മുഴുവൻ അവിടെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സമയം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സാവയൊക്കെ ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഷവർമ കഴിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇവിടുത്തെ ഷവർമ കഴിച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷവർമ കഴിക്കാൻ ഒരു പേടിയില്ല കേട്ടോ. ഞാൻ ഈ ഷവർമ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെ നിന്നാണെങ്കിലും എക്സ്ട്രാ ഒരു മയണൈസ് ഞാൻ വാങ്ങിച്ചു വെക്കും. കാരണം എനിക്ക് മയോണൈസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഷവർമേൻ്റെ കൂടെ മാത്രമല്ല, ഇപ്പോൾ മന്തി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ എക്സ്ട്രാ മയോണൈസ് വാങ്ങിക്കും. ബ്രെഡിൻ്റെ കൂടെ മയോണൈസ് കഴിക്കും. അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും മയോണൈസ്. എന്നെ പോലെ മയണൈസ് പ്രാന്തുള്ളവരുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ പോയതൊരു ഫാർമസിയിലേക്കാണ്. കാരണം എനിക്ക് ബസ്സിൽ കയറിയാൽ ഈ വൊമിറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു കൂടപ്പുറപ്പാണ് കേട്ടോ. ഒരിടയ്ക്ക് എപ്പോഴോ എനിക്കിതൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ എനിക്കിതിപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് ബസ്സിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാഗ്യക്കേടിന് ഞാൻ കയറിയ ബസ്സിൽ സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ട് വിൻഡോ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവർ. എനിക്ക് ഒട്ടും
ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഈ സാമ്പ്രാണിത്തിരിൻ്റെ സ്മെല്ല്. ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നാലോ എന്ന് വരെ വിചാരിച്ചു. പിന്നെ ബസ് എടുക്കേണ്ട സമയമായതുകൊണ്ട് വേഗം ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ആക്ച്വലി ബസ്സിൽ കയറിയാൽ ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളത് എനിക്കാണ്. സാവിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും ഒരു ധൈര്യത്തിന് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് അവൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു കേട്ടോ. അങ്ങനെ 8-9 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഇതിനിടയിൽ ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് ബസ് ഇറങ്ങിയായിരുന്നു, അവിടുന്ന് ട്രെയിൻ കയറിയായിരുന്നു. ഈ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.